എക്സാമിന് സ്ഥിരം 5 മാർക്സിന് അല്ലെങ്കിൽ 8 മാർക്സിന് ചോദിക്കുന്ന ഒരു ടോപ്പിക്കാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, അതുകൊണ്ട് തന്നെ നിങ്ങളിത് മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ആൻഡ് ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കംപ്ലീറ്റ് ആയിട്ടിരുന്ന് കാണുക, നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കും. ഓക്കെ, ആൻഡ് നിങ്ങൾക്ക് അറിയണ പോലെ തന്നെ നമ്മുടെ ഓണം എക്സാമിന് നിങ്ങൾക്ക് എക്കണോമിക്സിലെ 3 ചാപ്റ്റേഴ്സ് ആണുള്ളത്. അതായത് നമ്മുടെ മൈക്രോ എക്കണോമിക്സിലെ ഫസ്റ്റ് 3 ചാപ്റ്റേഴ്സ് ആണുള്ളത്. ഇൻട്രൊഡക്ഷൻ ടു മൈക്രോ എക്കണോമിക്സ് ഉണ്ട്, തിയറി ഓഫ് കൺസ്യൂമർ ബിഹേവിയർ ഉണ്ട്, അതേപോലെ പ്രൊഡക്ഷൻ ആൻഡ് കോസ്റ്റ് ഉണ്ട്. ഓക്കെ, ആൻഡ് ഇതിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്ററാണ് തിയറി ഓഫ് കൺസ്യൂമർ ബിഹേവിയർ. നമുക്കറിയാം ഏറ്റവും വെയിറ്റേജ് ഉള്ള ചാപ്റ്ററാണ് ആൻഡ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്ററാണ് ഇതെന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ചാപ്റ്ററിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ദാറ്റ് ഈസ് കൺസ്യൂമേഴ്സ് ഇക്വിലിബ്രിയം. ഓക്കെ, എന്താണ് കൺസ്യൂമേഴ്സ് ഇക്വിലിബ്രിയം? നിങ്ങളോട് ഇങ്ങനെ ആയിരിക്കും ചോദിക്കുക, 8 മാർക്സിന് അല്ലെങ്കിൽ 5 മാർക്സിന് ഇങ്ങനെ ആയിരിക്കും ചോദിക്കുക, ഡയഗ്രമാറ്റിക്കലി എക്സ്പ്ലെയിൻ കൺസ്യൂമേഴ്സ് ഇക്വിലിബ്രിയം. അല്ലെങ്കിൽ ഇങ്ങനെ ആയിരിക്കും ചോദിക്കുക, ഡയഗ്രമാറ്റിക്കലി എക്സ്പ്ലെയിൻ ഒപ്റ്റിമൽ ചോയ്സ് ഓഫ് ദി കൺസ്യൂമർ എന്നായിരിക്കും ചോദിക്കുക. എന്താണ് ഒപ്റ്റിമൽ ചോയ്സ് ഓഫ് ദി കൺസ്യൂമർ? ഇങ്ങനെയായിരിക്കും ചോദിക്കാൻ ചാൻസ് ഉള്ളത്. ഓക്കെ, അപ്പം എന്താ പറയുക, നിങ്ങൾ കൺസ്യൂമേഴ്സ് ഇക്വിലിബ്രിയം കേട്ടിട്ടുള്ളൂ, ഒപ്റ്റിമൽ ചോയ്സ് ഓഫ് ദി കൺസ്യൂമർ എന്താണെന്ന് അറിയത്തില്ല മിസ്സേ എന്ന് പറഞ്ഞിരിക്കരുത്. ഒപ്റ്റിമൽ ചോയ്സ് ഓഫ് ദി കൺസ്യൂമർ തന്നെയാണ് കൺസ്യൂമേഴ്സ് ഇക്വിലിബ്രിയം എന്ന് പറയുന്നത്. ഓക്കെ, മിക്കപ്പോഴും ഇങ്ങനെ ആയിരിക്കും ചോദിക്കുക, ഡയഗ്രമാറ്റിക്കലി എക്സ്പ്ലെയിൻ ഒപ്റ്റിമൽ ചോയ്സ് ഓഫ് ദി കൺസ്യൂമർ എന്ന് പറഞ്ഞ് ചോദിക്കാനാണ് ചാൻസ് കൂടുതലായിട്ടുള്ളത്. ഓക്കെ, അപ്പം എന്താണ് ഈ കൺസ്യൂമേഴ്സ് ഇക്വിലിബ്രിയം അല്ലെങ്കിൽ എന്താണ് ഈ ഒപ്റ്റിമൽ ചോയ്സ് ഓഫ് ദി കൺസ്യൂമർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു ബണ്ടിൽ, ഓക്കെ, ഒരു ബണ്ടിൽ ഉണ്ടാവും. ആ ബണ്ടിൽ എടുത്തു കഴിഞ്ഞാൽ എന്താണ് കൺസ്യൂമറിന് മാക്സിമം ലെവൽ ഓഫ് സാറ്റിസ്ഫാക്ഷൻ ആയിരിക്കും കിട്ടുക. ആ കൺസ്യൂമർ ആ ഒരു ബണ്ടിൽ എടുത്തു കഴിഞ്ഞാൽ എന്താണ് ഏറ്റവും കൂടുതൽ കൺസ്യൂമറിന് ഏറ്റവും കൂടുതൽ സാറ്റിസ്ഫാക്ഷൻ കൊടുക്കുന്ന ഒരു ബണ്ടിൽ, അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്, കൺസ്യൂമേഴ്സ് ഇക്വിലിബ്രിയം അല്ലെങ്കിൽ ഒപ്റ്റിമൽ ചോയ്സ് ഓഫ് ദി കൺസ്യൂമർ എന്ന് പറയും. ഓക്കെ, ഈ ഒപ്റ്റിമൽ ചോയ്സ് നമുക്ക് എപ്പോഴാണ് കിട്ടുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അതായത് നമ്മുടെ ബഡ്ജറ്റ് ലൈൻ ഉണ്ടല്ലോ, ബഡ്ജറ്റ് ലൈനും അതേപോലെ ഇൻഡിഫറൻസ് കർവ് ഉണ്ടല്ലോ, ഇത് രണ്ടും ഈക്വൽ ആവുന്ന പോയിന്റ്. ഓക്കെ, ബഡ്ജറ്റ് ലൈനും ഇൻഡിഫറൻസ് കർവും ഈക്വൽ ആവുന്ന ഒരു പോയിന്റ് ഉണ്ട്. ആ പോയിന്റിലാണ് നമുക്ക് എന്ത് കിട്ടുന്നത്, കൺസ്യൂമറിന് ഒപ്റ്റിമൽ ചോയ്സ് കിട്ടുന്നത്, അല്ലെങ്കിൽ എന്താണ് കൺസ്യൂമറിന് ഇക്വിലിബ്രിയം കിട്ടുന്നത്, കൺസ്യൂമറിന് ഏറ്റവും കൂടുതൽ സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്ന പോയിന്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്കൊരു ഗ്രാഫ് ഉണ്ട്, മിസ് ഇവിടെ വരച്ച് വെച്ചിട്ടുണ്ട്, എന്നാലും ജസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാക്കി തരാനായിട്ട് വേറെ വരച്ച് തരാം. ഓക്കെ, യെസ്, എന്ന് നോക്കി എന്താണ് ദ ചോയ്സ് ഓഫ് ദി ബണ്ടിൽ വിച്ച് ഗീവ്സ് മാക്സിമം സാറ്റിസ്ഫാക്ഷൻ ടു ദ കൺസ്യൂമർ ഈസ് നോൺ ആസ് ഒപ്റ്റിമൽ ചോയ്സ് ഓഫ് ദി കൺസ്യൂമർ, അല്ലെങ്കിൽ എന്താണ് കൺസ്യൂമേഴ്സ് ഇക്വിലിബ്രിയം. ഇങ്ങനെ നമുക്ക് 2 പേരിലാണ് നമ്മൾ ഇത് അറിയപ്പെടുന്നത്. ഓക്കെ, കൺസ്യൂമറിന് ഏറ്റവും കൂടുതൽ സാറ്റിസ്ഫാക്ഷൻ കൊടുക്കുന്ന ഒരു ബണ്ടിൽ, ഓക്കെ, അതാണ് എന്തെന്ന് പറയുന്നത് നമ്മുടെ കൺസ്യൂമേഴ്സ് ഇക്വിലിബ്രിയം അല്ലെങ്കിൽ ഒപ്റ്റിമൽ ചോയ്സ് ഓഫ് ദി കൺസ്യൂമർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താണ് ഗ്രാഫ് വരയ്ക്കും. ഓക്കെ, എല്ലാത്തിലും ഉള്ളതുപോലെ നമുക്ക് എന്താണ് ഇവിടെ നമ്മൾ എന്ത് വരയ്ക്കണം, എക്സ് ആക്സിസും അതേപോലെ തന്നെ നമ്മൾ എന്ത് വരയ്ക്കണം, വൈ ആക്സിസും വരയ്ക്കണം. ഓക്കെ, ഇതാണ് നമ്മുടെ എക്സ് ആക്സിസ്, ഇതാണ് നമ്മുടെ വൈ ആക്സിസ്. നമ്മൾ പറഞ്ഞു എന്താണ് നമ്മുടെ ബഡ്ജറ്റ് ലൈനും അതേപോലെ ഇൻഡിഫറൻസ് കർവും കൂട്ടിമുട്ടുന്ന പോയിന്റാണെന്ന് നമ്മൾ പറഞ്ഞു അല്ലേ. ബഡ്ജറ്റ് ലൈൻ എങ്ങനെയാണ് വരുന്നത് നമുക്കറിയാം, ഇങ്ങനെയാണ് നമ്മുടെ ബഡ്ജറ്റ് ലൈൻ വരുന്നത്. ഓക്കെ, ഒരു മിനിറ്റ്, യെസ്, ഇതാണ് നമ്മുടെ ബഡ്ജറ്റ് ലൈൻ എന്ന് പറയുന്നത്. ഓക്കെ, യെസ്, അപ്പോൾ ബഡ്ജറ്റ് ലൈൻ നമുക്കിവിടെ AB എന്ന് പറഞ്ഞ് പേര് കൊടുക്കാം. ഓക്കെ, ജസ്റ്റ് നമുക്ക് അറിയാനായിട്ട് ബഡ്ജറ്റ് ലൈൻ ഇതാണെന്ന് അറിയാനായിട്ട് നമുക്ക് AB എന്ന് പറഞ്ഞ് പേര് കൊടുക്കാം. ഓക്കെ, നമ്മൾ പറഞ്ഞു എന്താണ് ഇൻഡിഫറൻസ് കർവ് കൂട്ടിമുട്ടുന്ന പോയിന്റാണ്, എന്താണ് ഇൻഡിഫറൻസ് കർവും ബഡ്ജറ്റ് ലൈനും കൂട്ടിമുട്ടുന്ന പോയിന്റാണ് കൺസ്യൂമേഴ്സ് ഇക്വിലിബ്രിയം എന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞു. ഓക്കെ, അപ്പോൾ നമുക്കറിയാം എന്താണ് ഒരു ഇതിൽ തന്നെ ഒരു ഗ്രാഫിൽ തന്നെ നമുക്ക് എന്താ ഒന്നിൽ കൂടുതൽ ഇൻഡിഫറൻസ് കർവുകൾ ഉണ്ടാവും അല്ലേ, അത് നമ്മൾ ഇൻഡിഫറൻസ് മാപ്പ് എന്ന് പറയും. ഇവിടെ നമുക്ക് എന്തുണ്ട്, ഒന്നിൽ കൂടുതൽ ഇൻഡിഫറൻസ് കർവുകളുണ്ട്. ഓക്കെ, നമുക്ക് എന്തുണ്ട് IC1 ഉണ്ട്, അതേപോലെ IC2 ഉണ്ട്, നമുക്ക് IC3 ഉണ്ട്. ഓക്കെ, നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം, IC1 ഉണ്ട്, IC2 ഉണ്ട്, IC3 ഉണ്ട്. നമ്മൾ പറഞ്ഞു എന്താണ് ബഡ്ജറ്റ് ലൈനും ഇൻഡിഫറൻസ് കർവും കൂട്ടിമുട്ടുന്ന പോയിന്റിലാണ് എന്തുള്ളതെന്ന് പറഞ്ഞു, കൺസ്യൂമറിന് ഇക്വിലിബ്രിയം കിട്ടുന്നതെന്ന് പറഞ്ഞു. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം എവിടേക്കാണ് കൂട്ടിമുട്ടുന്നത്. നോക്കിയേ ഇൻഡിഫറൻസ് കർവ് 1 ഇവിടെയും കൂട്ടിമുട്ടുന്നുണ്ട്, ഇവിടെയും കൂട്ടിമുട്ടുന്നുണ്ട്. ഓക്കെ, ആൻഡ് ഇൻഡിഫറൻസ് കർവ് 2 ഇവിടെ കൂട്ടിമുട്ടുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങളൊരു കാര്യം ആലോചിക്കണം, നമുക്കിങ്ങനെ 3 ഓപ്ഷനാണുള്ളത് അല്ലേ, രണ്ടും കൂട്ടിമുട്ടുന്ന പോയിന്റ് അല്ലേ, നമ്മുടെ ഇൻഡിഫറൻസ് കർവും അതേപോലെ ബഡ്ജറ്റ് ലൈനും കൂട്ടിമുട്ടുന്ന പോയിന്റ് എന്ന് പറയുന്നത് നമുക്ക് മൊത്തത്തിൽ എത്ര എണ്ണം ഉണ്ട്, നമുക്ക് മൊത്തത്തിൽ 3 എണ്ണമാണുള്ളത്. ഓക്കെ, അപ്പം ഇതിൽ ഏതായിരിക്കും ഒരെണ്ണമേ നമുക്ക് കൺസ്യൂമേഴ്സ് ഇക്വിലിബ്രിയം അല്ലെങ്കിൽ ഒപ്റ്റിമൽ ചോയ്സ് ഓഫ് ദി കൺസ്യൂമർ എന്ന് പറഞ്ഞാൽ ഒരൊറ്റ ബണ്ടിലേ വരത്തുള്ളൂ. ഓക്കെ, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ മതി, നമ്മൾ എന്താണ് ഇൻഡിഫറൻസ് കർവിലെ പ്രോപ്പർട്ടീസിൽ നമ്മളൊരു കാര്യം പഠിച്ചിരുന്നു, IC1 ഗ്രേറ്റർ ദാൻ IC2 ഗ്രേറ്റർ ദാൻ IC3 അല്ലേ. എന്താണ് ഹയർ ലെവൽ ഓഫ് ഇൻഡിഫറൻസ് കർവ് ഗീവ്സ് ഹയർ ലെവൽ ഓഫ് സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്നു അല്ലേ. ഈ IC1 ഈ ബണ്ടിൽസ് തരുന്നതിലും കൂടുതൽ സാറ്റിസ്ഫാക്ഷൻ ആര് തരും, IC2 തരും. അതുകൊണ്ട് ഈ IC2 ആണ് എന്തെന്ന് പറയുന്നത്, ഈ IC2 ആണ് നമ്മുടെ എന്തെന്ന് പറയുന്നത്, നമ്മുടെ
ഇക്വിലിബ്രിയം പോയിന്റ് എന്ന് പറയുന്നത്, കൺസ്യൂമേഴ്സ് ഇക്വിലിബ്രിയം അല്ലെങ്കിൽ എന്താണ് ഒപ്റ്റിമൽ ചോയ്സ് ഓഫ് ദി കൺസ്യൂമർ എന്ന് പറയുന്നത് ഈ ഒരു പോയിന്റാണ്. അപ്പോൾ ഇതും കൂടെ ഇങ്ങനെ ജോയിൻ ചെയ്ത് വെക്കുക. എന്തുകൊണ്ടാണെന്നുള്ളത് മനസ്സിലായല്ലോ. ഇനി അഥവാ നമ്മുടെ IC3 ഉണ്ടായിരുന്നെങ്കിൽ അത് ബഡ്ജറ്റ് ലൈനായിട്ട് മുട്ടുമായിരുന്നെങ്കിൽ എന്താണ് അവിടെ ഇരിക്കുന്ന ബണ്ടിലായിരിക്കും നമ്മൾ ചൂസ് ചെയ്യുക. നമ്മൾ എന്താണ് നമുക്കിതിനൊരു പേര് കൊടുക്കാം. ഓക്കെ, ഇതിന് X എന്ന് കൊടുക്കാം, ഇതിന് Y എന്ന് കൊടുക്കാം. ഈ X ഉം Y എന്ന് പറഞ്ഞ പോയിന്റ് നമ്മൾ എന്താ എടുക്കാൻ, കാരണം അത് ഇൻഡിഫറൻസ് കർവ് 1 ഇരിക്കുന്നത്, അല്ലെ IC1 ഇരിക്കുന്നത്. IC1 ഇരിക്കുന്നതിനേക്കാളും കൂടുതൽ സാറ്റിസ്ഫാക്ഷൻ ആര് തരും? IC2 ഇരിക്കുന്ന ഗ്രാഫ് നമുക്ക് തരും. അതുകൊണ്ടാണ് നമ്മളത് ചൂസ് ചെയ്തത്. ഓക്കെ, ഇത്രയേ ഉള്ളൂ. ഈ ഒരു ഗ്രാഫ് ആദ്യം നിങ്ങൾ വരച്ച് വെക്കാം. ഓക്കെ, അത് നിങ്ങൾ കുറച്ച് കാര്യങ്ങൾ അടയാളപ്പെടുത്തുന്നത്, അതായത് AB എന്നുള്ളത് എന്താണ് ബഡ്ജറ്റ് ലൈനാണ് ഇടുക. ആൻഡ് എന്താണ് പിന്നെന്താണ് നമ്മുടെ E എന്നുള്ളതാണ് നമ്മുടെ കൺസ്യൂമേഴ്സ് ഇക്വിലിബ്രിയം എന്നുള്ള കാര്യം നിങ്ങൾ എഴുതുക. അതേപോലെ നിങ്ങൾ ഈ ഒരു ഇതൂടെ എഴുതുക, എന്താണ് IC1 ഗ്രേറ്റർ ദാൻ IC2 ഗ്രേറ്റർ ദാൻ IC3 എന്നുള്ള സംഭവം കൂടെ എഴുതുക. ഓക്കെ, എന്നിട്ട് നിങ്ങൾ എഴുതേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കൊടുത്തിട്ടുണ്ട്. എന്താണെന്ന് നോക്കി, ദ ബണ്ടിൽ ഓഫ് ഗുഡ്സ് ദാറ്റ് ഗിവ്സ് മാക്സിമം സാറ്റിസ്ഫാക്ഷൻ ടു ദി കൺസ്യൂമർ ഈസ് കോൾഡ് കൺസ്യൂമേഴ്സ് ഇക്വിലിബ്രിയം. ഇത് ഒന്നാമത്തെ പോയിന്റ് ആയിട്ട് എഴുതുക. ആൻഡ് രണ്ടാമത്തെ നിങ്ങൾ എഴുതേണ്ടത് ദ സിറ്റുവേഷൻ ഓഫ് ദി കൺസ്യൂമർ ഈസ് ഓൾസോ നോൺ ആസ് ഒപ്റ്റിമൽ ചോയ്സ് ഓഫ് ദി കൺസ്യൂമർ. കൺസ്യൂമർ ഇക്വിലിബ്രിയത്തിന് മറ്റൊരു പേരെന്ന് പറയുന്നത് എന്താണ്? ഒപ്റ്റിമൽ ചോയ്സ് ഓഫ് ദി കൺസ്യൂമർ എന്നും കൂടെ ആണ് എഴുതി വെക്കാം. ഓക്കെ, അപ്പോൾ ഈ ഒപ്റ്റിമൽ ചോയ്സിൽ എത്താൻ എന്താണ് നമുക്ക് 3 കണ്ടീഷൻസ് ഫുൾഫിൽ ചെയ്തേ പറ്റത്തുള്ളൂ. ഫസ്റ്റ് വൺ ആണ് എന്താ, ഇൻഡിഫറൻസ് കർവ് ഷുഡ് ബി ടാൻജന്റ് ടു ദി ബഡ്ജറ്റ് ലൈൻ. എന്താണ് ഇൻഡിഫറൻസ് കർവും ബഡ്ജറ്റ് ലൈനും എന്താണ് ഈക്വൽ ആയിരിക്കണം, നമ്മൾ ആദ്യം പറഞ്ഞ കാര്യം. പിന്നെ എന്താണ് ദ സ്ലോപ്പ് ഓഫ് ഇൻഡിഫറൻസ് കർവ് ഈസ് ഈക്വൽ ടു ദി സ്ലോപ്പ് ഓഫ് ബഡ്ജറ്റ് ലൈൻ. എന്താണ് ഇൻഡിഫറൻസ് കർവിന്റെ സ്ലോപ്പും ബഡ്ജറ്റ് ലൈനിന്റെ സ്ലോപ്പും എന്താണ് ഈക്വൽ ആയിരിക്കണം. ദാറ്റ് ഈസ് എന്താണ് ഇൻഡിഫറൻസ് കർവിന്റെ സ്ലോപ്പ് നമുക്കറിയാം MRS ആണ്. ബഡ്ജറ്റ് ലൈനിന്റെ സ്ലോപ്പ് എന്താണ് -P1 ഡിവൈഡഡ് ബൈ P2 എന്നാണ്. ഇത് എഴുതി വെക്കുക. ഓക്കെ, ആൻഡ് നോക്കി ഇൻഡിഫറൻസ് കർവ് മസ്റ്റ് ബി കോൺവെക്സ് ടു ദി ഒറിജിൻ. കോൺവെക്സ് ഷേപ്പിലായിരിക്കണം ഇൻഡിഫറൻസ് കർവ് ഇരിക്കുന്നത്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ എഴുതി വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ കംപ്ലീറ്റ് മാർക്സ് കിട്ടുന്നതായിരിക്കും. ഓക്കെ, അങ്ങനെയെങ്കിൽ ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിക്കാം. നമ്മുടെ ഇൻഡിഫറൻസ് കർവിൻ്റെ ഷേപ്പ് എന്താണെന്നുള്ളത് നിങ്ങൾ താഴത്തെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. ഇൻഡിഫറൻസ് കർവിൻ്റെ ഷേപ്പ് എന്താണെന്ന് താഴത്തെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. ഓക്കെ, അതുപോലെ ഇതുപോലത്തെ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസിനും കാര്യത്തിനൊക്കെ ആയിട്ട് നമ്മുടെ ചാനലൊന്ന് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക.